നിന്റെ DNA ടെസ്റ്റ് നടത്തണം, പിതൃത്വം തെളിയിക്കണമെന്ന് പറഞ്ഞ് നടക്കുമല്ലേ. നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ഈ പറഞ്ഞ പോലെ നീ അത് ചെയ്ത് ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. തംബ്നെയിലിൽ നിന്നും ടൈറ്റിലിൽ നിന്നും എല്ലാവർക്കും ഏകദേശം കോണ്ടന്റ് ഏതാന്ന് മനസ്സിലായല്ലോ. ഓഫ് കോഴ്സ് രേണു സുധി. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി രേണു റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്ക് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് പേരെങ്കിലും കരുതിയിട്ടുണ്ടാവും എന്ത് പറ്റി ഈ ചേച്ചിക്ക്, ഇപ്പം എന്താ ചേച്ചി ഈ വീഡിയോ ഇടാത്തത് എന്ന് കരുതിയിട്ടുള്ള ആൾക്കാരുണ്ടാവും. എന്നാൽ കുറച്ച് പേര് കരുതിയിട്ടുണ്ടാവും ഓ ആശ്വാസം, ഇവൾ ഇനിയെങ്കിലും കണ്ടന്റ് മാറ്റി പിടിച്ചല്ലോ. കുറേ സംസാരിച്ച് എനിക്ക് തന്നെ വയ്യാണ്ടായി. മേ ബി എനിക്ക് തന്നെ തോന്നി എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങൾക്കും മതിയായിട്ടുണ്ടാവും, അതുകൊണ്ട് റെസ്റ്റ് കൊടുത്തത്. പക്ഷെ ഞാൻ റെസ്റ്റ് കൊടുത്തു എന്നല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഓൺലൈൻ പേജ് ആണെങ്കിലും രേണുവിൻ്റെ പേജിലാണെങ്കിലും കണ്ടന്റുകൾ ഇങ്ങനെ ചാകര എന്ന് പറഞ്ഞാൽ ഗര പോലെ കണ്ടന്റുകൾ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ചെയ്യാനുള്ള ത്വര എന്നാൽ വേണ്ട എന്നുള്ള ത്വര, ചെയ്യാനുള്ള ത്വര വേണ്ട എന്നുള്ള ത്വര, അങ്ങനെ 2-3 ദിവസം അങ്ങ് ചവിട്ടി പിടിച്ചെങ്കിലും നീ സംസാരിക്കടി നിനക്കൊക്കെ വേണ്ടിയല്ലേ കണ്ടന്റ് ഇടുന്നേ എന്ന് പറഞ്ഞിട്ട് രേഷ്മ ചേച്ചി ഇങ്ങനെ കണ്ടന്റുകൾ ഇടുമ്പം എങ്ങനെ സംസാരിക്കാതിരിക്കും. സോ ഗൈസ്, ഇന്നൊരു ദിവസം നമുക്ക് രേണു ചേച്ചിയുടെ പുതിയ കുറച്ച് വിഷയങ്ങളിലോട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ വീഡിയോയിലോട്ട് എഗെയിൻ നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യാണ്. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കണ്ടന്റ് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ 2-3-4 ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ഉണ്ടായിരുന്നത് രേണു സുധിയുടെ ഈ ഷോർട്ട് ഫിലിമുമായി ബന്ധപ്പെട്ട ഒരു സാധനമാണ്. വിപിൻ ലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഷെഫീന ബീവിയുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് കുറേ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അതിന് 2 സൈഡ് ഓഫ് സംസാരങ്ങൾ ഉണ്ടായിരുന്നു. രേണുവിൻ്റെ സൈഡിൽ നിന്ന് സംസാരമുണ്ട്, വിപിൻ ലാലിൻ്റെ സൈഡിൽ നിന്ന് സംസാരമുണ്ട്. വിപിൻ ലാലിൻ്റെ സൈഡിൽ നിന്ന് പറയുന്നത് ഷോർട്ട് ഫിലിമിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് രേണുവിനെ വിളിച്ചു വരുത്തി കഴിഞ്ഞതിന് ശേഷം രേണു സുധി ഷോർട്ട് ഫിലിം ചെയ്തില്ല, പകരം അവിടെ മദ്യം ലഹരി പോലെ വസ്തുക്കൾ ഉപയോഗിച്ച് അബ്നോർമലായി പെരുമാറി എന്നാണ് വിപിൻ്റെ ഒരു സൈഡ് ഓഫ് ആൻസർ. ഇപ്പോഴത്തെ സൈഡിൽ രേണു കൊടുത്ത എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ കംഫോർട്ടബിൾ അല്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കാനും ഞാൻ കംഫോർട്ടബിൾ അല്ലാത്ത സീൻ ചെയ്യാനുമാണ് എന്നെ വിപിൻ ലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഫോഴ്സ് ചെയ്തത് എന്നുള്ള സാധനമാണ് ഇപ്പോഴത്തെ രേണുവിൻ്റെ സൈഡ്. ഇത് അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ നല്ല കത്തിക്കേറിയ ഡിസ്കഷൻ ആയിരുന്നു. ഈവൻ ഒരുവിധം രേണുവിൻ്റെ ടോപ്പിക്ക് റിയാക്ട് ചെയ്യാത്ത ഇൻഫ്ലുവൻസേഴ്സ് വരെ എടുത്ത് ഈ ഒരു സാധനം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ തൊട്ട് തുടങ്ങുകയായി രേണു സുധി വേഴ്സസ് ഷെഫീന ബീബി പാനിപ്പത്ത് വാർ. അതിനു മുമ്പും രേണുവും ഷെഫീനയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സാധനം ഷെഫീന പുറത്തിട്ടതോടുകൂടി, ഷെഫീനൻ്റെ ചാനലിൽ കൂടെ പുറത്തിട്ടതോടുകൂടി രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി ഷെഫീന എന്ന് പറയുന്ന ആൾ രേണുവിൻ്റെ പുറകെ നടക്കുക എന്നും രേണുവിൻ്റെ കണ്ടന്റുകൾ അല്ലെ രേണുവിനെ നാളം കെടുത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ഭൂകമ്പം അവിടെ അങ്ങ് സൃഷ്ടിച്ചു, അല്ലെങ്കിൽ പറഞ്ഞ വലിയൊരു ഭൂകമ്പം അവിടെ അങ്ങ് ചിത്രീകരിച്ചു. ഈ ഭൂകമ്പത്തെ ചുറ്റിപ്പറ്റിയാണ് ഇന്നത്തെ വിഷയങ്ങൾ ഇങ്ങനെ രേണുവിൻ്റെ പേജിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കുറേ സംസാരങ്ങളുണ്ട്, വർത്തമാനങ്ങളുണ്ട്, ഒക്കെയുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി രേണു ഇപ്പം അടുത്ത് ഷെഫീനയ്ക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്നങ്ങ് തുടങ്ങാം. എന്താണ് വിഷയം? എടി ഷഫീന ബീവി, നീ കുറേ നാളായി തുടങ്ങിയിട്ട് എൻ്റെ ഇളയ കുഞ്ഞിൻ്റെ പിതൃത്വം തെളിയിക്കണം. ഓക്കെ, തെളിയിക്കാം. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ചെലവിന് നീ തെളിയിച്ചിട്ട് പോയാൽ മതി. നിന്റെ ചെലവിന് നീ ഏതായാലും സുധിച്ചേട്ടൻ മരിച്ചു പോയല്ലോ, കല്ലറയിൽ ചെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് നീ DNA ടെസ്റ്റ് എടുത്തിട്ട് നീ ബാജ പഠിച്ചാൽ മതി. നിന്റെ ചെലവ് എനിക്കും ഇതിനെ തെളിയിക്കണോടി. നീ തന്നെ തെളിയിച്ചോ. നീ ഒരു കാര്യം ചെയ്യും, നീ ഏതായാലും മരിച്ച ആളുടെ DNA ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണമല്ലോ, കുഴി മാന്തണമല്ലോ. അപ്പം നീ അങ്ങനെ നിന്റെ റിസ്കിൽ നീ തന്നെ ചെയ്യണം, കേട്ടോടി കള്ളിത്താത്തെ. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു ഷെഫീനൻ്റെ വീഡിയോയിൽ എങ്ങാനും ഷെഫീന രേണു സുധിയുടെ 2ാമത്തെ കുട്ടി എന്ന് വെച്ചാൽ കിച്ചു അല്ല ഋതപ്പൻ്റെ പിതൃത്വത്തെ പറ്റി ചോദിച്ചു. അതിനാണ് രേണു സുധി ഇവിടെ റിയാക്ട് ചെയ്തൊരു സാധനം കണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ, എനിക്കിവിടെ ഇനി രേണു സുധീനെ ഞാൻ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്നെ തിന്നാൻ ആൾക്കാർ വരണ്ട. അവരെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ശരിയെന്ന് തന്നെ പറയും. അതിന് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നൊരർത്ഥമല്ല. ഋതപ്പൻ എന്ന് പറയുന്ന ഒരു കുട്ടീനെ ഒറ്റ സ്റ്റാൻഡിൽ കണ്ടാൽ കൊല്ലം സുധീനെ വാർന്ന് വെച്ച പോലെയാണ് തോന്നുന്നത്. ആൻഡ് ഇങ്ങനെ ഒരു സാധനം ഇവിടെ തോന്നുന്ന സമയത്ത്, അല്ലെങ്കിൽ രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഇനി വേറെ ഈ മറ്റേ ഹനാൻ എന്ന് പറയുന്ന കുട്ടി പറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള ഈ അബോർഷൻ സീനുകളൊക്കെ സംസാരിക്കുന്നത് പോലെയല്ല ഒരു മൈനർ കുട്ടി, 18 വയസ്സിന് താഴെയുള്ള ഒരു കുഞ്ഞു മോൻ്റെ
പിതൃത്വത്തെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനൊരു സാധനം ചോദ്യം ചെയ്തോ എന്ന കാര്യം എനിക്കറിയില്ല. ചോദ്യം ചെയ്തു എന്നുള്ളത് കൊണ്ടായിരിക്കാം രേണുസുതി ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. ആൻഡ് ഇതിന് റിപ്ലൈ എന്ന രീതിയിൽ ഷെഫീനയുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതിൽ ഷെഫീന തംബ്നെയിലിൽ കൊടുത്തത് ഞാൻ റെഡിയാണ് പൈസ അടയ്ക്കാൻ, നമുക്ക് DNA ചെക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ് ഷെഫീന അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് ചോദിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടാവാം. എന്തൊക്കെയാണെങ്കിലും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ കുഞ്ഞു കുട്ടീനെയാണ്. കാരണം ഈ കുട്ടി വളർന്ന് വലുതായി കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയ തുറക്കുന്ന സമയത്ത് അതിൻ്റെ അമ്മ ഇങ്ങനത്തെ തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങൾ ഇടുമ്പം ആ കുട്ടീനെ എത്രത്തോളം ഹേർട്ട് ചെയ്യും എന്നുള്ളത് ആലോചിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഷെഫീനയും രേണുവും തമ്മിലുള്ള വിഷയങ്ങൾ ഷെഫീനേൻ്റെയും രേണുവിൻ്റെയും ഉള്ളിൽ ഒതുക്കാൻ ശ്രമിക്കുന്നതാണ് എത്രയും നല്ലത് എന്നാണ് പറയാനുള്ളത്. ആൻഡ് രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത് എടുത്തുകൊണ്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ ഇതൊരു വലിയ ഡിസ്കഷനായി മാറ്റുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ട്. അവർക്ക് ഇങ്ങനത്തെ വീഡിയോ കാണുന്ന സമയത്ത് അവർക്ക് ഇത് ഒരുപാട് ഹേർട്ടാവും, അവർക്ക് ഒരുപാട് വിഷമം വരും, സങ്കടം വരും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ലെസ് കെയർ കൊടുത്തിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി പൊയ്ക്കൂടെ എന്നൊരു ചോദ്യം എനിക്കിവിടെ പേഴ്സണലി ചോദിക്കാനുണ്ട്. ആൻഡ് ഇവിടെ ആളുടെ ഋതപ്പൻ്റെ പിതൃത്വത്തെ ചോദ്യം ചെയ്യാനൊന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എനിക്കിവിടെ ഋതപ്പൻ്റെ സൈഡ് എൻ്റെ മനസ്സിൽ വന്നതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. എടി ഷഫീന തീർത്താത്ത, നിന്റെ പുറകിൽ ആരൊക്കെയാണ് എന്ന് എനിക്കറിയില്ല. നിന്റെ പുറകിൽ ആരുണ്ടേലും ഇല്ലേലും എനിക്ക് വിഷയമല്ല. നീ എൻ്റെ ഇളയ കുഞ്ഞിന്റെ DNA ടെസ്റ്റ് നടത്തണം, പിതൃത്വം തെളിയിക്കണമെന്ന് പറഞ്ഞ് നടക്കുമല്ലേ. നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ഈ പറഞ്ഞ പോലെ നീ അത് ചെയ്ത് കാണിക്കുന്നു. നീ കാണിക്കണം. നീ പെണ്ണാണെങ്കിൽ, നീ നല്ല തന്തയ്ക്ക് പറഞ്ഞവളാണ്, നീ കാണിക്കണോടി. നീ DNA ടെസ്റ്റ് എടുപ്പിക്കണം കേട്ടോടി. എന്തായാലും അതിഗംഭീരമായ ഒരു ഓപ്പൺ ഡെയറാണ് രേണുസുതി എന്ന് പറയുന്ന വ്യക്തി ഷെഫീനയ്ക്ക് വന്ന് വെച്ചിട്ടുള്ളത്. ഷെഫീന എന്തായാലും ഇത് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം ഷെഫീന അത് ചെയ്യുന്നതിൽ കൂടെ മാത്രമേ ഷെഫീന എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പറഞ്ഞൊരു പോയിന്റ് തെളിയിക്കാൻ പറ്റൂ. പക്ഷെ അത് ഇനി എളുപ്പകരമായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പം ഈ ലോകത്തില്ല. അതിൻ്റെ കൂട്ടത്തിൽ ആ വ്യക്തി മരണപ്പെട്ട് ആ കല്ലറ തുറന്ന് ഇത് എടുത്ത് അതിൻ്റെ DNA കണ്ടുപിടിച്ച് ചെയ്യാമെന്നൊന്നും പറയുന്നത് ഒരു എളുപ്പകരമായിട്ടുള്ള കാര്യമല്ല. രേണുസുതി അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഓപ്പൺ ചലഞ്ച് ഇട്ടത്. കാരണം രേണുവിന് ഇനി പറയാലോ, ഞാൻ പറഞ്ഞൊരു സാധനം ചെയ്യാനുള്ള കഴിവില്ലാത്ത ഇവളാണോ എന്നെ പഠിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിക്കാനുള്ളൊരു സ്പേസ് ഇത് രേണുവിന് കിട്ടുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഷെഫീനയാണ് ഓപ്പോസിറ്റുള്ളത്. ചെറുതായിട്ടൊന്നും ഇത് വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവുണ്ടല്ലോ. അപ്പോൾ ഇതിൽ നിന്നാണ് മെയിനായിട്ട് സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ തുടങ്ങുന്നത്. ഇനി സെക്കൻഡ് തിങ്, ഞാൻ സൈഡിലൊരു ഡാൻസ് കാണാം. ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സാധനം കാണിച്ചു തരുന്നത്. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സോങ്ങാണ്. കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ട് ഞാൻ സോങ് ഇടുന്നില്ല. ആ സോങ്ങിന് രേണു ചേച്ചി കളിച്ചൊരു വേർഷനാണിത്. കാരണം ഇതിൻ്റെ പല വേർഷൻസും ഞാൻ കണ്ടു. അതിൽ ഏറ്റവും കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ളൊരു വേർഷൻ കാണിച്ചു തന്നത് നമ്മുടെ സ്വന്തം രേണു ചേച്ചി തന്നെയാണ്. ഇനി രേണു ചേച്ചിയും രേണു ചേച്ചിയുടെ ഏതോ ഒരു ഷോർട്ട് ഫിലിമിലെ സംവിധായകയും തമ്മിലുള്ള ചില ചോദ്യോത്തരങ്ങൾ കാണാം. 3 ചോദ്യങ്ങൾ 3 ഉത്തരങ്ങൾ. ആ ചോദ്യവും ഉത്തരവും ഭയങ്കര ട്വിസ്റ്റബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിലോട്ടൊന്ന് എത്തി നോക്കാം. ഋതപ്പന്റെ പിതൃത്വം തെളിയിക്കണമെന്ന് ഒരു വീഡിയോ കണ്ടായിരുന്നു. അതിന്റെ സത്യാവസ്ഥ എന്ത്? അതായത് നിങ്ങൾക്കറിയാം, തെർത്താത്ത എന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ. അവർക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. ഇപ്പം ഋതപ്പൻ സുധിച്ചേട്ടന്റെ മകനാണോ എന്നുള്ള ഡൗട്ട് അവർക്കാണ്. ഓക്കെ, ശരി, അത് അവർക്ക് അനുകൂലമായിട്ടുള്ള കുറച്ച് ആൾക്കാരും ഉണ്ട്. അതായത് എന്നെ നെഗറ്റീവ് അടിക്കുന്ന കുറച്ച് പേരുണ്ട്. അവർക്കൊക്കെ ഉള്ള ആവശ്യമാണ്. അദ്ദേഹം എനിക്കും അപ്പം അവര് പറയുന്ന ആവശ്യത്തിന് ഞാനും അപ്പൊ സമ്മതിച്ചു കൊടുത്തു. കാരണം അന്നെങ്കിൽ അവരുടെ ഏതായാലും സുധിച്ചേട്ടൻ മരിച്ചു പോയല്ലോ. സാധാരണ ഈ ബുദ്ധിയുള്ള ആർക്കും കണ്ടാൽ അറിയാം സൂചിച്ചേട്ടന്റെ മോനാണ് ഋതപ്പന്. പക്ഷെ കാരണം അത് അച്ചടിച്ച് വെച്ചേക്കണം. എന്റെ ഒരു ഷേപ്പും ഇല്ലെന്നാണ് എല്ലാരും പറയുന്നത്. കളറും ഷേപ്പും എല്ലാം സുധിച്ചേട്ടന് കിട്ടിയ ഒരു കുട്ടിയാണ് ഋതപ്പൻ. അപ്പം ഇങ്ങനെ എന്താ പറയാ, പ്രായപൂർത്തിയാകാത്തൊരു കുഞ്ഞിനെ എന്റെ വീട്ടുകാരെ പറയുന്ന ഓക്കെ ശരി, എല്ലാം ഞാൻ സഹിച്ച് എന്റെ കൂടെയുള്ള എന്റെ മാനേജറെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പം ലച്ചുവിനെ പോലും എത്ര പേരെ ഇവര് ഈ വൃത്തികെട്ട സ്ത്രീ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നുണ്ട്. എന്റെ കുടുംബക്കാരെ, എന്റെ ചേച്ചിയെ, ഹസ്ബൻഡിനെ, എന്റെ പപ്പായ, അമ്മ എല്ലാവരെയും പറയുന്നുണ്ട്. അതൊക്കെ പറയും. ഈ പ്രായപൂർത്തിയാകാത്തൊരു കുഞ്ഞിനെ വെച്ച് പറയാം, അവന് 5 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ, 6 വയസ്സിലോട്ട് കയറിയതേ ഉള്ളൂ. ആ കുഞ്ഞിനെ വെച്ച് പറയുന്ന ഇവരുടെ മനസ്സൊന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്ത് ദുഷ്ടത്തരമാണ് അവരുടെ മനസ്സ്. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്തായാലും സൂചിച്ചേട്ടൻ മരിച്ചുപോയി, കല്ലറ പൊളിച്ച് ഇവരൊരു കാര്യം ഇവരുടെ നേതൃത്വം ഇവരാരോടാണോ അനുവാദം മേടിക്കുക, കോടതി പോവോ, ഒപ്പിട്ട് മേടിക്കുക, എന്തോ ആകട്ടെ, ഇവര് കല്ലറ പൊളിച്ച് ഇവര് തന്നെ ഇവരുടെ ചെലവിൽ തന്നെ കല്ലറ പൊളിച്ച് സൂചന റീപോസ്റ്റ്മോർട്ടം ചെയ്ത് കൊച്ചിന്റെ സൂചന DNA ടെസ്റ്റ് ചെയ്ത് ഇവര് തെളിയിക്കട്ടെ. ഞാൻ വെല്ലുവിളിക്കുന്നു. ഇവര് നല്ല തന്തയ്ക്ക് പിറന്നവളാണെങ്കിൽ ഇവിടെ തെളിയിക്കട്ടെ. ഈ ഒരു സാധനത്തിന്റെ തുടക്കത്തിൽ രേണു പറഞ്ഞൊരു കാര്യമുണ്ട്.
ഷെഫീന ബീവിനെ സപ്പോർട്ട് ചെയ്യുന്ന രേണുസുതിക്ക് അഗെയിൻസ്റ്റ് പറയുന്ന കുറച്ച് നെഗറ്റീവോളികളായുള്ള വ്ളോഗേഴ്സിന് വേണ്ടിയിട്ടാണ്. എൻ്റെ പൊന്നു രേണുസുതി, താങ്കൾ നല്ലത് ചെയ്താൽ നല്ലതെന്ന് ഞാൻ പറയലുണ്ട്, മോശം ചെയ്താൽ മോശമായി തോന്നിയത് മോശം പറയലുണ്ട്. അതൊരിക്കലും താങ്കൾ എൻ്റെ ശരി സ്വീകരിക്കണം എന്നോ അല്ലെ താങ്കളുടെ ശരി ഞാൻ സ്വീകരിക്കണം എന്നോ അർത്ഥമല്ല. എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ഇത് ശരി, എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ഇത് തെറ്റ്, അത്ര മാത്രമേ ഇവിടെ അഭിപ്രായമുള്ളൂ. ഞാൻ ഒരിക്കലും രേണുസുതിയുടെ ഇങ്ങനത്തെ പേഴ്സണൽ കാര്യങ്ങൾ എടുത്തു വെച്ച് ഞാൻ ഇന്നേ വരെ സംസാരിച്ചിട്ടില്ല. രേണുസുതി എന്താണോ ഓൺലൈൻ മീഡിയയിൽ കാണിച്ചു കൂട്ടുന്നത് ആ കാര്യങ്ങൾ മാത്രമേ എടുത്ത് സംസാരിച്ചുള്ളൂ. സിലബസിന് ഔട്ട് ഓഫ് ടോപ്പിക്കുകൾ നമ്മൾ സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് ആരാണോ രേണുസുതിൻ്റെ അടുത്ത് ഇത് ചോദിച്ചത് ആ വ്യക്തിക്ക് വേണ്ടി ചെയ്യുക എന്ന് പറയണം. അല്ലാണ്ട് രേണുസുതിക്ക് അഗെയിൻസ്റ്റ് ചെയ്യുന്ന എല്ലാ വ്ളോഗേഴ്സിൻ്റെ പേരും പറയുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് ഞാനൊന്ന് സൂചിപ്പിക്കാം. രണ്ടാമത്തെ സാധനം ഇവിടെ പറഞ്ഞത് ചെറിയ കുട്ടി. എൻ്റെ വീഡിയോൻ്റെ തുടക്കത്തിലും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഇത് തന്നെയായിരുന്നു. ഋതപ്പൻ എന്ന് പറയുന്ന ഒരു മൈനർ കുട്ടിയാണ്, ചെറിയൊരു മോനാണ്. ആ മോനെ ഈ ഒരു റിയാക്ഷൻ വീഡിയോയിലോട്ട് കൊണ്ടുവരുന്നതിനോട് എനിക്ക് പേഴ്സണലി ഒരു താല്പര്യമില്ല. ഇവിടെ എൻ്റെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാൻ ഇത്രയും കാലം വിട്ട ഒരു വീഡിയോയിൽ പോലും ഈ കുട്ടിയുടെ ഫേസ് ഹൈലൈറ്റ് ചെയ്യാനോ ഈ കുട്ടീനെ നെഗറ്റീവ് പറയുന്ന രീതിയിൽ പറയാനോ ഞാൻ നിന്നിട്ടില്ല. കാരണം ചെറിയ വാവയാണ്. അപ്പോൾ ആ വാവയുടെ പേര് കൊണ്ടുവന്നിട്ട് ഒരു കുട്ടികളും ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യത്തെ എടുത്തുകൊണ്ട് ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യം എന്ന് തന്നെ ഞാൻ അന്നും ഇന്നും പറയുന്നു. ആൻഡ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രേണു പറഞ്ഞതുപോലെ ഓപ്പൺ ചലഞ്ച് വെച്ചിട്ടുണ്ട്, അത് ചെയ്യാം. പക്ഷേ ഇവിടെ രേണുസുതിയിൽ കുറേ ഓപ്പൺ ചലഞ്ചുകൾ ഓഫ് കോഴ്സ് ഷെഫീന എന്ന് പറയുന്ന ഒരു വ്യക്തി വെച്ചിട്ടുണ്ട്. ഈവൻ മുമ്പുള്ള കാര്യങ്ങൾ അതൊന്നും ചെയ്യാൻ രേണുസുതി എന്ന് പറയുന്ന വ്യക്തി തയ്യാറായിട്ടില്ല. ഈവൻ ഷെഫീനയുടെ കുറച്ച് മുമ്പത്തെ വീഡിയോസൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ വീഡിയോ ചെയ്യുന്ന സമയത്തും രേണുവിൻ്റെ അടുത്ത് ഓരോ ചോദ്യങ്ങൾ ഷെഫീന ചോദിക്കുന്നുണ്ട്. അതിനൊന്നും മറുപടി ഇല്ല. ആ ചലഞ്ചൊന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഈ ചലഞ്ചിന് എത്ര ക്രെഡിബിലിറ്റി അല്ലെ എത്ര സീരിയസ്നെസ് ഉണ്ടെന്ന് കണ്ടറിയാം. ചേച്ചി മദ്യപിക്കുമെന്ന് തുറന്നു പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയില്. അതുകൊണ്ടാണോ ചേച്ചിനെ എല്ലാരും വേട്ടയാടുന്നത്? ഒരു പരിധി വരെയാണ്. കാരണം എനിക്ക് മനസ്സിൽ കള്ളമൊന്നും നിൽക്കാത്ത ഒരാളാണ്. ആരാണ് മദ്യപിക്കാത്ത ആരാണ്? വല്ലപ്പോഴും നമ്മളൊക്കെ കോട്ടയംകാരികളാണ്. നമ്മൾ വല്ലപ്പോഴും ക്രിസ്മസിനൊക്കെ ബിയർ അടിക്കാറുണ്ട്, മദ്യപിക്കാറുണ്ട്. ഞാനിപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ദുബായിലും ബഹ്റിനും ഒക്കെ പോകുന്നത് തന്നെ ഈ ഒരു ബാർ റെസ്റ്റോറന്റ് ഇനോഗ്രേഷനും പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതിനാണ് പോകുന്നത്. അപ്പൊ ഞാൻ വല്ലപ്പോഴും കഴിക്കുന്നത് അത് സത്യമാണ്. അതിനെന്താണ് പ്രശ്നം? ഞാൻ ഈ പറയുന്ന ഇവളുമാരുടെ കാശിനല്ലോ കഴിക്കുന്നത്. ഞാൻ വല്ലപ്പോഴും കഴിക്കും. അത് ഇത്ര വലിയ സംഭവമായിട്ടൊന്നും കരുതണ്ട. നമ്മുടെ സർക്കാർ തന്നെയല്ലേ നമുക്ക് ബിവറേജ് തുറന്നേക്കുന്നതും അല്ലെ ബാറിൽ. അത് നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ അന്നും ഇന്നും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ആയിട്ടുള്ളത് രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു മദ്യപാനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ആൻഡ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഷോർട്ട് ഫിലിമിലും ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ആയിട്ടുള്ളതും രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മദ്യപാന ടോപ്പിക്കാണ്. അപ്പോൾ ഈ മദ്യപിക്കും എന്ന് പറഞ്ഞതാണോ രേണുസുതിക്ക് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഉണ്ടാക്കിയത് എന്നൊരു ചോദ്യമാണ് ഇവിടെ ആൾ ചോദിച്ചിട്ടുള്ളത്. രേണു ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, മീഡിയ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമാണ്. രേണുസുതിൻ്റെ വീടോ രേണുസുതിയുടെ ഒരു പേഴ്സണൽ സ്പേസോ അല്ല. അവിടെ മീഡിയയ്ക്ക് റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ച ഏറ്റവും വലിയ ചാപ്റ്ററാണ് എല്ലാവരുടെ അടുത്തും ഓപ്പൺ ആവാൻ പാടില്ല എന്നുള്ളത്. രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ വളരെ പേഴ്സണലായി വെക്കേണ്ട കാര്യങ്ങൾ പേഴ്സണലായി വെക്കാനും പ്രൈവറ്റ് അല്ലെങ്കിൽ പബ്ലിക്കായി പറയേണ്ട കാര്യങ്ങൾ പബ്ലിക്കായി പറയാനും ഉള്ള വ്യത്യാസം മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി, ബോധം, വിവേകം എന്ന് പറയുന്ന ഒരു സാധനം താങ്കൾക്കില്ല. താങ്കൾ പറയേണ്ടാത്ത കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുകയും പറയേണ്ട കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാണ്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. മീഡിയക്കാർ വരും, പല ചോദ്യങ്ങളും ചോദിക്കും, ചൊറിഞ്ഞ ചോദ്യങ്ങളും വളഞ്ഞ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഏതൊക്കെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കണം, ഏതൊക്കെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കരുത് എന്നുള്ളത് രേണുസുതിയുടെ ഒരു പേഴ്സണൽ തീരുമാനമാണ്. എന്നാൽ ഞാനിത് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ എനിക്ക് അടുത്ത വലിയൊരു കോൺട്രവേഴ്സി വരുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പല കാര്യങ്ങൾക്കും ഉത്തരം കൊടുക്കാണ്ട് നിന്നുണ്ടെങ്കിൽ ഈ വിഷയം ഉണ്ടാവില്ല. പക്ഷെ മീഡിയക്കാർ അവിടുന്നോ ഇവിടുന്നോ വരുന്ന സമയത്ത് ആ വന്നോളി ചോദിച്ചോളി ഞാനെല്ലാം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന നിങ്ങളുടെ ഈ സ്റ്റാൻഡാണ് അന്നും ഇന്നും സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയമാവുന്നതും ചോദിക്കപ്പെടുന്നതും. ഓൺലൈൻ മീഡിയ എങ്ങനെയാണ് ചേച്ചിയുടെ ഓരോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അറിയുന്നത്? ഇതിപ്പം എന്താ പറയാ, അതിപ്പം പറയാണെങ്കിൽ മറ്റേ എന്തുവാ പത്താഴത്തിൽ നെല്ലുണ്ടെങ്കിൽ എവിടെ നിന്നാലും എലികൾ ഓടി വരുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ആ ഒരു പഴഞ്ചൊല്ലാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാനിത് തമാശ രീതി പറഞ്ഞാണ്. എന്റെ സുഹൃത്തുക്കളാണ് എല്ലാവരും ഓൺലൈൻ മീഡിയാസ്. എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും ഒട്ടുമിക്ക ആൾക്കാരും എന്തായാലും നമ്മൾ പോസ്റ്റർ ഇടാറുണ്ട്, കൊളാബ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഇനോഗ്രേഷൻ ആണെങ്കിൽ പോസ്റ്റർ ഇടാറുണ്ട്. അതിനകത്ത് അവരുടെ നമ്പർ ഉണ്ട്. ഏതാ ഇപ്പൊ ഏത് ഷോപ്പാണ് അതിന്റെ ഉടമയുടെ നമ്പർ കാണും.
അപ്പൊ ഇവർക്ക് എന്തായാലും ഈ ഓൺലൈൻ മീഡിയാസ് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ വരും. പിന്നെ ആൽബങ്ങൾ ഈ ഓൺലൈൻ മീഡിയാസ് വരുന്നത് രേണുസുതി വിളിച്ചു വരുത്തുന്നതല്ല. ഇതിന്റെ ഡയറക്ടേഴ്സ് അവരുമായിട്ട് നേരെ കോൺടാക്ട് ചെയ്യും. ഈ ഒരു കേസിൽ എനിക്കും പറയാനുള്ളത്, ഞാൻ എന്റെ 2-3 വർക്കിന്റെ ഡയറക്ടറാണ് ഞാന്. അപ്പം എന്റെ വർക്കിനകത്ത് സോഷ്യൽ മീഡിയനെ വിളിച്ചു വരുത്തിയത്, അതായത് ചേച്ചിനെ ബേസ് ചെയ്ത് പോകുന്ന ഓൺലൈൻ മീഡിയാസ് ആണ് അവര്. അപ്പൊ സ്വാഭാവികം ചേച്ചിയുടെ ഒരു വർക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി വരും. എന്നെ ബേസ്ഡ് എന്ന് പറയാൻ പറ്റും. അവരെല്ലാ സെലിബ്രിറ്റികളുടെ സെലിബ്രിറ്റികളുടെ കാര്യങ്ങളും എടുക്കുന്ന ആൾക്കാരാണ്. ഓൺലൈൻ മീഡിയക്കാർ അന്നും ഇന്നും സോഷ്യൽ മീഡിയയിൽ രേണുസുതിക്ക് നെഗറ്റീവും പോസിറ്റീവും വളർച്ച ഒരുപോലെ തന്നിട്ടുള്ള കാറ്റഗറി ഓഫ് ആൾക്കാരാണ്. പക്ഷേ ഇവിടെ രേണു പറഞ്ഞൊരു സാധനമുണ്ട്, രേണുസുതി അവിടെ എത്തുമെന്ന് അറിഞ്ഞുകൊണ്ട് മീഡിയക്കാർ എത്തുന്നു, വിശ്വസിക്കുന്നു. സെക്കൻഡ് തിങ്, രേണു പറഞ്ഞൊരു കാര്യമാണ്, ഈ ഡയറക്ടർമാരും അല്ലെങ്കിൽ ഈ വിലിയും ചെയ്യുന്ന ആൾക്കാരും എല്ലാം അവരെ ഈ ഓൺലൈൻ മീഡിയക്കാരെ അങ്ങോട്ട് വിളിച്ചു വരുത്തുകയാണ് അവർക്ക് റീച്ചിന് വേണ്ടി. സമ്മതിക്കുന്നു, കാരണം രേണു പറയുന്നതൊക്കെ സമ്മതിച്ചു തരുന്നു. പക്ഷേ എന്നാൽ ഇവിടെ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ ഓൺലൈൻ മീഡിയക്കാർ വന്നിട്ട് എന്ത് കാറ്റഗറി ഓഫ് ചോദ്യങ്ങളാണ് രേണുവിനോട് ചോദിക്കുന്നത്? ഈ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും റൈറ്റ് ചോദ്യമാണോ? ആത്മാർത്ഥമായി ഒന്ന് ആലോചിച്ച് നോക്ക്. ആൻഡ് ഈ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഈ തരത്തിലുള്ള മറുപടിയാണോ രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയായി നിങ്ങൾ കൊടുക്കേണ്ടത്? നിങ്ങൾ കൊടുക്കുന്ന മറുപടി രീതി ശരിയാണോ? ഏതെങ്കിലും നിങ്ങളുടെ ഒരു ഷോർട്ട് ഫിലിമിന് വന്നിട്ട് അവർ ഷോർട്ട് ഫിലിമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷൻ മാത്രം നടത്തിയിട്ട് ഏതെങ്കിലും ഓൺലൈൻ മീഡിയക്കാർ പോയിണ്ടോ? ഇതിൻ്റെ 1, 2, 3 ചോദ്യങ്ങൾ ചോദിക്കും. അത് കഴിഞ്ഞാൽ അവരുടെ ചോദ്യങ്ങൾ ഫുൾ പോകുന്നത് കൊനഷ്ടിലോട്ട് മാത്രമാണ്. കംപ്ലീറ്റ് കൊനഷ്ടാണ്. നിങ്ങൾക്ക് എന്നെ ശ്രദ്ധിച്ചറിയാം. കംപ്ലീറ്റ് കൊനസ്റ്റ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് കൊനസ്റ്റാണ് അവർ ചോദിക്കുന്നത്. ചെരുപ്പിനെ പറ്റി, ബാഗിനെ പറ്റി, വടേനെ പറ്റി, അതിനെപ്പറ്റി, കള്ളൂടിനെ പറ്റി, സിഗരറ്റിനെ പറ്റി, വീടിനെ പറ്റി, അച്ഛനെ പറ്റി. ഷോർട്ട് ഫിലിമിൻ്റെ സ്പേസിൽ എന്തിനായി ചോദിക്കണം? ഇനി അടുത്തൊരു സാധനം, രേണുസുതി ഇനാഗ്രേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഫൈൻ വന്നോളൂ. ഇനാഗ്രേഷൻ ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കണം? വേറെ എന്തൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനുണ്ട്? അതാണ് നമ്മളോട് പറയുന്നത്. ഓൺലൈൻ മീഡിയക്കാർ രേണുസുതിയുടെ സ്പേസിൽ വരുന്നതിന് ഒരു കുറ്റവും പറയുന്നില്ല. സെലിബ്രിറ്റികൾ എവിടെയുണ്ടോ അവരുടെ സ്പേസിൽ ഓൺലൈൻ മീഡിയക്കാർ എത്തും. കാരണം അവർക്ക് റീച്ച് കണ്ടന്റ് കിട്ടുന്ന ഒരു സാധനമാണ് നിങ്ങളുടെ ടോപ്പിക് എന്ന് പറയുന്നത്. എന്നാൽ അവിടെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾക്ക് കൊടുക്കുന്ന മറുപടിയുമാണ് എന്നും പ്രശ്നമാവുന്നത്. അതൊന്ന് ചോദിക്കൂ മൈ ഡിയർ ഡയറക്ടർ വുമണെ. ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ബൈ. കാരണം കൂടുതൽ പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല.